വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഷഹീറ സെമീർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രേപ്പ് മെറ്റീരിയലായിട്ടാണ് കേട്ടോ. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 42 ഇഞ്ചസ് ആണ്. മിഡ് പ്രൈസ് വരുന്നത് 55 റുപ്പീസാണ്. അപ്പോൾ നമുക്കിനി ഇന്നത്തെ കളക്ഷൻസിലേക്ക് പോകാം. ഫസ്റ്റ് വൺ നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ലൊരു പരമ്പര പോലത്തെ ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഫുള്ളി സ്പ്രെഡ് ആയിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ ഇതിൽ ബ്ലൂവും വൈറ്റും ഇടയിൽ ഇങ്ങനെ ഒരു പിങ്ക് ഷെയ്ഡും കൂടെ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. നല്ലൊരു പ്രിൻ്റാണ് കേട്ടോ. ഫുള്ളി സ്പ്രെഡ് ആയിട്ടുള്ള നമുക്ക് ടോപ്പും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനും ജിൽബാബൊക്കെ സ്റ്റിച്ച് ചെയ്യാനും ഉപയോഗിക്കുന്ന ഫാബ്രിക്കാണ് കേട്ടോ ഈ ക്രേപ്പ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഒന്ന് കാണാം. നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു വൈൻ കളറിലാണ് കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ ഒരു കളറും കൂടെ അവൈലബിൾ ആണ്, അതൊന്ന് കാണാം. കളർ ചേഞ്ച് എന്ന് പറയുന്നത് നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 3 കളറുകളാണ് ഈ ഒരു പ്രിന്റിലുള്ളത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പ്രിന്റിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ക്രീം ഷെയ്ഡിൽ ഇങ്ങനെ ഫുള്ളി സ്പ്രെഡ് ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. നല്ലൊരു റെഡും ആഷും ഒക്കെ ചേർന്നിട്ട് ഫുള്ളായിട്ടാണ് ഇങ്ങനെ ഡിസൈൻ സ്പ്രെഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്, അത് ഏതൊക്കെയെന്ന് കാണാം. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ചോക്ലേറ്റ് ഷെയ്ഡിൽ നല്ല യെല്ലോ കളർ പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതും സെയിം ഫാബ്രിക് തന്നെ, ക്രേപ്പ് മെറ്റീരിയൽ ആണ്. വിഡ്ത്ത് വരുന്നത് 42 ഇഞ്ച്, മിഡ് പ്രൈസ് 55 റുപ്പീസ് ആണ് കേട്ടോ. ഇതിന്റെ നെക്സ്റ്റ് കളർ ഒന്ന് കാണാം. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു വെറൈറ്റി കളറാണ് കേട്ടോ. ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ബ്ലാക്കിൽ ഈ പ്രിന്റ് ആണ് കേട്ടോ. നല്ല ഹൈലൈറ്റ് ആയിട്ട് ഈ പ്രിന്റ് എടുത്തറിയുന്നുണ്ട് കേട്ടോ. അതെല്ലാ ഷെയ്ഡിലും ഈ പ്രിന്റുകൾ നല്ല ഹൈലൈറ്റ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഒരു കളറും കൂടെ അവൈലബിൾ ആണ്, അതൊന്ന് കാണാം. നെക്സ്റ്റ് കളർ നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. നേവി ബ്ലൂവിൽ ലൈറ്റ് ബ്ലൂവും അതുപോലെ തന്നെ ഒരു ഓനിയൻ ഷെയ്ഡും ഒക്കെ ചേർന്നിട്ടാണ് പ്രിന്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രിന്റിൽ വന്നിരിക്കുന്ന കളേഴ്സ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പ്രിന്റ് കാണാം. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു വൈറ്റ് കളറിൽ നല്ലൊരു ആഷ് കളർ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ. നമുക്ക് കോഡ് സെറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. അതുപോലെ നോർമൽ കുർത്തീസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനും പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രിന്റ് കണ്ടോ, നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റ് അല്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ കളേഴ്സ് ഒക്കെ ഒന്ന് കാണാം. നെക്സ്റ്റ് വൺ വരുന്നതും വൈറ്റ് ഷെയ്ഡ് തന്നെയാണ്. എല്ലാത്തിൻ്റെ ബേസ് കളർ വൈറ്റ് തന്നെയാണ് കേട്ടോ. ഈ ഒരു പ്രിന്റ് കണ്ടോ, ഈ ഒരു പ്രിന്റ് നേരത്തെ ഒരു ആഷ് കളർ തന്നെ ലൈറ്റും ഡാർക്കും ആയിരുന്നു. അതിനകത്ത് ഇപ്പം ഇതിൽ വന്നിട്ടിരിക്കുന്നത് ഒരു ഡാർക്ക് ആഷും അതുപോലെ തന്നെ നല്ലൊരു ഒലീവ് ഗ്രീൻ ഷെയ്ഡും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കളർ കാണാം. നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂവും അതുപോലെ തന്നെ ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ തയ്ച്ച് കഴിയുമ്പോഴാണ് ആ ഒരു കളറിൻ്റെ എടുപ്പ് വരുന്നത് കേട്ടോ. എല്ലാം വൈറ്റ് ബേസിലാണ് വന്നിട്ടുള്ളത്. അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡുകളാണെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതും ക്രേപ്പ് മെറ്റീരിയൽ തന്നെ 55 റുപ്പീസാണ് മീറ്റർ പ്രൈസ് വരിക. പിന്നെ നിങ്ങൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ 10 മീറ്റർ അതിൽ കൂടുതൽ എടുക്കുമ്പോൾ ഈ പറയുന്ന റേറ്റ് ഒക്കെ മാറും കേട്ടോ. നിങ്ങൾക്ക് നേരെ ഹോൾസെയിൽ റേറ്റിൽ ലഭിക്കുന്നതാണ് കേട്ടോ. അത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ അതിനനുസരിച്ച് അധികം മെറ്റീരിയലൊക്കെ ഓർഡർ തരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ കാണാം. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫ്ലോറൽ ഡിസൈനിലാണ് കേട്ടോ. ഇതൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ഗ്രീനും യെല്ലോയും ചോക്ലേറ്റ് കളറും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള പ്രിന്റ് ആണ്. നല്ല ഒരു അടിപൊളി പ്രിന്റ് ആണ് കേട്ടോ. ഫ്ലോറൽ ഇഷ്ടമുള്ളവർക്കൊക്കെ പറ്റിയ നല്ലൊരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ കളർ ചേഞ്ചുകളൊന്ന് കാണാം. നെക്സ്റ്റ് വരുന്നതും ഓഫ് വൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ് ബേസ് കളർ. ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റിന്റെ കളറാണ് കേട്ടോ ചേഞ്ച് വരിക. നല്ലൊരു ഗ്രീൻ ഷെയ്ഡുകൾ, യെല്ലോയും ഈ ചോക്ലേറ്റും നേരത്തെ വന്ന പോലെ തന്നെ ഉണ്ട്. അതിൻ്റെ കൂടെ നല്ലൊരു ഗ്രീനും ഒരു ബ്ലൂ ചേർന്ന ഒരു ഗ്രീൻ ഷെയ്ഡും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫ്ലവർ ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഡിസൈൻ കാണാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ ഫ്ലവേഴ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഫുള്ളി ഇങ്ങനെ യെല്ലോ തന്നെ ഡാർക്കും ലൈറ്റും ആയിട്ട് വന്നപ്പോൾ നല്ലൊരു രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഒരു കളറും കൂടെ അവൈലബിൾ ആണ്, അതൊന്ന് കാണാം. നെക്സ്റ്റ് വൺ വരുന്ന കളർ എന്ന് പറയുന്നത് നല്ലൊരു ഡാർക്ക് പിങ്കും ലൈറ്റ് പീച്ച് ഷെയ്ഡും അതുപോലെ തന്നെ യെല്ലോയും ചേർന്നിട്ടുള്ള ഫ്ലവർ ഡിസൈൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ല സൂപ്പർ കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. എല്ലാത്തിൻ്റെ തന്നെ ബേസ് കളർ വന്നിട്ടുള്ളത് ഓഫ് വൈറ്റ് ഷെയ്ഡാണെന്ന് മാത്രം കേട്ടോ. അതിൽ വരുമ്പോഴാണ് ഈ ഫ്ലവേഴ്സ് എടുത്തറിയാം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതെല്ലാം തന്നെ ക്രേപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് നമുക്ക് ലൈനിങ് ഇട്ടും ലൈനിങ് ഇടാതെയും യൂസ് ചെയ്യാം. നമ്മൾ ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫ്ലെയറിലൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. നോർമൽ കുർത്തീസ് ഉണ്ടല്ലോ, സൈഡ് സ്ലിറ്റുള്ള കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് ലൈനിങ് ഇട്ടിട്ട് ചെയ്യാറുണ്ട്. അത് കുറച്ചും കൂടെ ഭംഗിയിൽ കിടക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അല്ലാതെ ലൈനിങ് നിഴലടിപ്പുള്ളത് കൊണ്ടിട്ടല്ല. അതുപോലെ തന്നെ ഈ ഒരു ഫാബ്രിക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞു ജിൽബാബൊക്കെ സ്റ്റിച്ച് ചെയ്യാനും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ജിൽബാബിനൊക്കെ 4 മീറ്റർ ആണ് കേട്ടോ
കേട്ടോ എടുക്കുന്നത്. നോർമൽ കുർത്തീസിനാണെങ്കിൽ 2.5 മീറ്ററാണ്. പിന്നെ ഭയങ്കര ഹൈറ്റ് ഉള്ളവർക്ക് മാത്രം കൂടുതൽ ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മുടെ സൈറ്റിൻ്റെ അഡ്രസ്സ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സൈറ്റിൽ കയറി നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് കാണുക. അപ്പോൾ അതിനനുസരിച്ച് പല മെറ്റീരിയലിൽ നിന്നായിട്ട് നിങ്ങൾക്ക് ബൾക്കായിട്ടൊക്കെ ഓർഡർ തരാം കേട്ടോ. മിനിമം എടുക്കേണ്ട ഓർഡർ ക്വാണ്ടിറ്റി 2 മീറ്ററാണ്. എന്നാലും നിങ്ങൾക്ക് ബൾക്കായിട്ട് 10 മീറ്ററോ അതിൽ കൂടുതൽ എടുക്കാൻ പറ്റുവാണെങ്കിൽ നേരെ ഞാൻ ഈ പറഞ്ഞ റേറ്റ് മാറിയിട്ട് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ ഓരോ ഐറ്റവും ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസുമായി ഞാൻ വീണ്ടും വരും. ഓക്കെ, ബൈ.